കൊമ്പനാന. നീലിമലയുടെ കിഴക്കേ ചെരുവിൽ ഇടതൂർന്ന് വളരുന്ന ഈറക്കാടുകളുണ്ട്. കാട്ടുപനകളും മുളകളും ആ വനത്തിൽ ധാരാളമുണ്ട്. ചതുരൻ എന്ന കൊമ്പനാനയുടെ നേതൃത്വത്തിൽ ആ മലയുടെ തടത്തിൽ ഒരു കൂട്ടം ആനകൾ പാർത്തിരുന്നു. ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അടുത്ത് താഴ്വരയിലൂടെ കളകളം പൊഴിച്ചിടുന്ന കാട്ടാറിൽ നിന്ന് വെള്ളവും കുടിക്കാം. അങ്ങനെ സുഖമായി അവർ ജീവിച്ചു പോന്നു. ചതുരന് മറ്റു കാട്ടുജന്തുക്കൾക്ക് ഭയമാണ്. ഒരു 8 അടി ഉയരവും അതനുസരിച്ച് ഉടലിൻ്റെ വലുപ്പവും നീണ്ട് അറ്റം കൂർന്ന കൊമ്പുകളും തലയിടുപ്പും എല്ലാം കൂടി കണ്ടാൽ മറ്റാനകൾ പോലും തരിച്ചു നിന്നുപോകും. തൻ്റെ കൂട്ടത്തിലുള്ള ഒരെണ്ണത്തിനെ ഏതെങ്കിലും ക്രൂരമൃഗങ്ങൾ ഉപദ്രവിച്ചെന്നോ തടഞ്ഞെന്നോ അറിഞ്ഞാൽ അവൻ്റെ ഭാവം മാറും. അതിനു പകരം ചോദിക്കാതെ അടങ്ങയില്ല. കാരണം കൂടാതെ ചതുരൻ ഒരു ജന്തുവിനോടും കലഹമുണ്ടാക്കില്ല. അവൻ മല പോലെ മറിഞ്ഞു കിടക്കുമ്പോൾ മുയലുകളും മറ്റും അവൻ്റെ പുറത്തു കയറി ചാടി മറയും. അതൊരു തമാശയായി മാത്രമേ ചതുരൻ കരുതുകയുള്ളൂ. പക്ഷേ പിണങ്ങിയാൽ രണ്ടിലൊന്നറിയണം. ഒരിക്കൽ ഒരു കുട്ടിയാനയെ ക്രൂരരായ ഒരു കടുവ കയറി ആക്രമിച്ചു. അതിൻ്റെ തുമ്പിക്കൈ മാന്തി പൊളിച്ചു. വേദന സഹിക്കാനാവാതെ ദീനസ്വരം പുറപ്പെടുവിച്ചത് ചതുരൻ കേട്ടു. അവൻ ഒറ്റ പാച്ചിലാണ് കടുവ കുട്ടിയാനയെ വിട്ട് ഓട്ടം പിടിച്ചു. ആന പിറകെ വിട്ടു. കടുവ ഓടിച്ചെന്ന് ഒരു മരത്തിൽ കയറി. ഒറ്റയടിക്ക് മരം പിഴുതു വീണു. ചില്ലയിൽ പതുങ്ങിയ കടുവയെ തുമ്പിക്കൈ നീട്ടി ചതുരൻ പിടികൂടി. കടുവ അവൻ്റെ തുമ്പിക്കൈയിൽ കൂർത്ത നഖങ്ങൾ ഇറക്കി തൊലി പൊളിക്കാൻ ശ്രമിച്ചു. കോപം കൊണ്ട് വിറച്ച ആന തുമ്പിക്കൈയിൽ കടുവയെ പൊക്കി നിലത്തടിച്ചു. പിന്നീട് കൊമ്പിൽ കുത്തിയെടുത്ത് കൊലവിളിച്ച് ആ മലയാകെ ചാടി നടന്നു. അതിനുശേഷം ഒരൊറ്റ മൃഗങ്ങൾ ആനകളെ ഉപദ്രവിക്കാൻ മുതിർന്നിട്ടില്ല. ഒരു കാലം നാടാകെ വരൾച്ചയിൽപ്പെട്ടു. കാട്ടിലും വെള്ളം കിട്ടാതെയായി. കാട്ടാറുകളെല്ലാം വറ്റി, നീരുറവുകൾ വരണ്ടു. വെള്ളം കുടിക്കാനില്ലാതെ ജന്തുക്കൾ പരക്കം പാഞ്ഞു തുടങ്ങി. എങ്ങും വെള്ളം കിട്ടാനില്ല. അത്യധികമായ വെയിലിൻ്റെ ചൂട് കാരണം കാടുകൾ ഉണങ്ങി തുടങ്ങി. പച്ചിലകൾ പോലും ആവശ്യത്തിന് കിട്ടാതാകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. ചതുരനും കൂട്ടാളികളും വളരെ ക്ഷീണിച്ചു. എന്താണ് നിവർത്തി? അവരെല്ലാം കൂടി ആലോചിച്ചു. എവിടെയെങ്കിലും വെള്ളം കിട്ടുന്ന സ്ഥലം നോക്കി പോകണം. വെള്ളം എവിടെ? ആരോട് ചോദിക്കും? അപ്പോഴാണ് ചതുരൻ തൻ്റെ കൂട്ടുകാരനായ ചന്ദ്രൻ എന്ന പരുന്തിൻ്റെ കാര്യം ഓർത്തത്. അവൻ ഉടനെ ചന്ദ്രനെ തിരക്കി. പടർന്നു പന്തലിച്ചു നിൽക്കുന്ന കരയുടെ ചുവട്ടിൽ ചെന്നു. അവിടെയാണ് പരുന്തിൻ്റെ താമസം. കൂട്ടുകാരനെ കണ്ടപ്പോൾ ചന്ദ്രൻ ഇറങ്ങി വന്നു. വിശേഷങ്ങൾ ചോദിച്ചു. വെള്ളം എവിടെ കിട്ടുമെന്ന് നീ അന്വേഷിച്ചറിയിക്കണം, അല്ലെങ്കിൽ എൻ്റെ കുടുംബം മുഴുവനും ദാഹിച്ചു കിടന്ന് മരിക്കും, ആന അറിയിച്ചു. ചന്ദ്രൻ ഉടൻ തന്നെ പറന്നുയർന്നു. വളരെ ഉയരത്തിലെത്തി 4 പാടും നോക്കി. അപ്പോൾ നീലിമലയ്ക്ക് നേർ കിഴക്കുള്ള ആതിരമലയുടെ കിഴക്കേ ചരുവിൽ എന്തോ വെട്ടിത്തിളങ്ങുന്ന പോലെ തോന്നി. പരുന്ത് ഉടനെ അങ്ങോട്ട് പറന്നു. അതൊരു പൊയ്കയാണ്, നിറഞ്ഞു വെള്ളമുണ്ട്. വിവരം ചന്ദ്രൻ തിരിച്ചു വന്ന് ചതുരനെ അറിയിച്ചു. ആശ്വാസമായി. എങ്കിലും അവിടെ എങ്ങനെ എത്തിച്ചേരും? കിഴക്കൻ തൂക്കായി കിടക്കുന്ന അതിരമല, അത് മുഴുവനും മുൾച്ചെടികളാണ്. വെള്ളം കുടിക്കാതെ കിടക്കുന്ന കുടുംബാംഗങ്ങൾ മല കയറുവാൻ ശക്തരാണോ? ചതുരൻ്റെ മനസ്സിൽ പല ചിന്തകളും പൊന്തി വന്നു. അവൻ മറ്റുള്ളവരോട് കാര്യം പറഞ്ഞു. എന്തിനു വെള്ളം കിട്ടുമെങ്കിൽ എന്ത് കഷ്ടം സഹിച്ചാലും പോവുക തന്നെ എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ചതുരൻ്റെ നേതൃത്വത്തിൽ അവർ യാത്ര തിരിച്ചു. വഴിതെളിച്ചുകൊണ്ട് മുൻപിൽ നടന്നത് ചതുരൻ തന്നെയായിരുന്നു. മുൾച്ചെടികളും പാറകളും മുന്നോട്ട് തടഞ്ഞെങ്കിലും ആ സംഘം കൂട്ടാക്കാതെ നടന്നു. മുള്ളുകൊണ്ട് ദേഹം കീറിയതും പാറകളിൽ തട്ടി കാലുകൾ മുറിഞ്ഞതും അവരറിഞ്ഞതേയില്ല. വെള്ളമെന്ന ഒരൊറ്റ ചിന്ത മാത്രമാണ് മനസ്സിലുണ്ടായിരുന്നത്. ഒരു പകൽ മുഴുവനും നടന്നു. സന്ധ്യയായപ്പോൾ അവർ തടാകത്തിൻ്റെ തീരത്തെത്തി. എല്ലാവരും ഒരുമിച്ചിറങ്ങി വെള്ളം തുമ്പിക്കൈയിൽ കോരി കുടിച്ചു. മതിയാവോളം കുടിച്ചിട്ട് കുറേ വെള്ളം ദേഹത്തും കോരിയെറിഞ്ഞു. അങ്ങനെ അവരുടെ ശരീരവും മനസ്സും ഒരുപോലെ തണുത്തു. ഇരുട്ടായി. ഇനി നമുക്ക് തിരിച്ചു പോകുന്നതെങ്ങനെ? വഴി നല്ലതല്ല, ചതുരൻ പറഞ്ഞു. ഇന്ന് നമുക്കിവിടെ കഴിയാം. രാവിലെ കുറച്ച് വെള്ളം കൂടി കുടിച്ച് പതുക്കെ തിരിച്ചു പോകാം. എല്ലാവരും സമ്മതിച്ചു. തടാകത്തിൻ്റെ കരയിൽ ആനകൾ വെള്ളം കുടിച്ച ഉത്സാഹത്തിൽ തുള്ളിക്കളിച്ചു. അവിടെ മാളങ്ങൾ വെച്ച് അനേകം മുയലുകൾ താമസിക്കുന്നുണ്ടായിരുന്നു.
ആനകളുടെ തുള്ളിച്ചാട്ടം കാരണം പല മഠങ്ങളും ഇടിഞ്ഞു താഴുകയും അനേകം മുയലുകളുടെ കൈകാലുകൾ നഷ്ടമാവുകയും ചിലത് ചത്തുപോവുകയും ചെയ്തു. ദീർഘകണ്ണൻ എന്ന മുയലായിരുന്നു അവരുടെ നേതാവ്. അവൻ മുയലുകളുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. ഈ ആനകളെ ഇവിടെ നിന്ന് ഓടിക്കണം എന്ന് തന്നെയല്ല, അവൻ മേലാൽ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടത് ചെയ്യുകയും വേണം. എന്താണ് ചെയ്യുക? ഇപ്പോൾ ആനകൾ കുളി കഴിഞ്ഞ് കിടക്കുകയാണ്. നേരം വെളുത്ത് വീണ്ടും ഇവിടെയെല്ലാം ചവിട്ടി തകർക്കും. ദീർഘകണ്ണന്റെ വാക്കുകൾ മുയലുകൾ ശ്രദ്ധിച്ചു കേട്ടു. ഭയപ്പെടുത്തി വിടുകയല്ലാതെ മറ്റു നിവർത്തിയില്ല. ഒരു വയസ്സൻ അഭിപ്രായപ്പെട്ടു, അത് പറ്റുകയില്ല. അവരുടെ നേതാവ് ചതുരനാണ്, ശക്തിയിലും ബുദ്ധിയിലും കേമനാണ്. മര്യാദയ്ക്ക് ചെന്ന് കാര്യം ധരിപ്പിച്ചാൽ അവ ഒഴിഞ്ഞു പോയിക്കൊള്ളും. മറ്റൊരു മുയൽ പറഞ്ഞു, ശണ്ഠനോട് ശാഠ്യം തന്നെ വേണ്ട. മര്യാദയും നീതിയും ഒന്നും അവിടെ നടക്കില്ല. ഞാൻ ഏതായാലും ഒന്ന് ശ്രമിക്കുക തന്നെ ചെയ്യാം. ദീർഘകർണൻ പറഞ്ഞു. അവൻ നേരെ സന്യാസിയുടെ അടുത്തേക്ക് പോയി. അല്ല ദീർഘകർണ, ഈ അർദ്ധരാത്രിക്ക് എന്താണ് വന്നത്? സന്യാസി ചോദിച്ചു. സ്വാമി, ഒരു അപകടത്തിലായിരിക്കുകയാണ്. കുറെ ആനകൾ തടാകത്തിന്റെ കരയിലെല്ലാം തുള്ളിച്ചാടി നമ്മളുടെ കൂട്ടാളികളെല്ലാം വളരെ കഷ്ടത്തിലായി. പലരും ചത്തു, ചിലരുടെ കൈകാലുകൾ പോയി. ഈ ആനകളെ ഒന്ന് ഓടിക്കണം. എന്താണ് ഒരു വഴി? ദീർഘകർണൻ അപേക്ഷിച്ചു. അത് ശരി, ചതുരനും മറ്റുമായിരിക്കുമല്ലേ? അതെ, മുയലുകൾ പറഞ്ഞു. ശരി, ഒറ്റ വഴിയേ ഉള്ളൂ. നിങ്ങളെല്ലാം കൂടി കുറെ കരികലുകൾ സമ്പാദിക്കണം. എന്നിട്ട് നമ്മുടെ മാലിക്കുരങ്ങനുണ്ടല്ലോ, അവനെ കണ്ടാൽ അവൻ്റെ കൂട്ടുകാരെയും കൂട്ടി കുറേ ഉണങ്ങിയ വിറകുകൾ ശേഖരിച്ചു തരും. കുറച്ച് തീയും എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കണം. എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന ആനകളുടെ 4 വശത്തും കരിയിലയും വിറകും കൊണ്ട് ചെന്നിടണം. 4 വശത്തുനിന്നും തീയും പിടിപ്പിക്കണം. അപ്പോൾ കാണാം ഒരു പൂരം. നീ നാളെ ഉച്ചയ്ക്ക് മുന്നായി ചതുരനെ കണ്ട് ഇങ്ങനെ പറയണം. സന്യാസി ചെവിയിൽ സ്വകാര്യം പറഞ്ഞു കൊടുത്തു. പോയിക്കോ, താമസിക്കേണ്ട. സന്യാസി പറഞ്ഞതുപോലെ മാലിയെ കണ്ട് സഹായം അപേക്ഷിച്ചു. മുയലുകളെ 4 വഴിക്കും വിട്ടു. എല്ലാം നാഴികയ്ക്കകം തിരിച്ചു വന്നു. ആനകൾ വെള്ളം കുടിച്ച സുഖത്തിന് കിടന്നുറങ്ങുകയാണ്. ഈ തക്കത്തിന് സന്യാസി പറഞ്ഞതുപോലെ കുരങ്ങന്മാരും മുയലുകളും കൂടി പണിപറ്റിച്ചു. 4 വശത്തു നിന്നും തീ ആളിപ്പിടിച്ചു. ആനകൾ ചാടി എഴുന്നേറ്റു. എങ്ങോട്ട് പോകാൻ? 4 വഴിക്കും തീ തന്നെ. വെള്ളം കുടിക്കാൻ വന്ന് തീക്കകത്ത് വീട് ചാകാനാണോ വിധി? അവ ആകെ അമ്പരന്നു. ചതുരൻ പറഞ്ഞു, കൂട്ടുകാരെ, ഭയന്നു നിൽക്കാതെ എല്ലാവരും എൻ്റെ പിന്നാലെ ഓടി വരിക. കൊമ്പൻ അല്പം തീ ഒഴിഞ്ഞ് ഇടം നോക്കി മുന്നോട്ട് കുതിച്ചു. മറ്റാനകൾ പിന്തുടർന്നു. അവ നേരെ നീലിമലയ്ക്ക് വച്ചുപിടിച്ചു. ഇരുട്ടിൽ മുള്ളും പാറയും നിറഞ്ഞ വഴിയിലൂടെ അവർ കഷ്ടപ്പെട്ടു നടന്ന് നീലിമലയിലെത്തി. താവളത്തിൽ ചെന്നപ്പോൾ ആശ്വാസമായി. അവ വഴിക്കുണ്ടായ വിഷമതകളും തടാകക്കരയിലെ തീപിടുത്തവും എല്ലാം പറഞ്ഞ് വട്ടത്തിൽ കിടന്നു. കുറേ നേരം കഴിഞ്ഞ് ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. നേരം വെളുത്തു. വെള്ളം തേടി വീണ്ടും പോകുന്ന കാര്യമായി ചർച്ച. രാത്രിയിൽ കരയ്ക്ക് തീപിടിച്ചെങ്കിലും തടാകത്തിൽ വെള്ളം കാണുമെന്നും അങ്ങോട്ട് പോകണമെന്നും ചതുരൻ നിർദ്ദേശിച്ചു. അപ്പോഴാണ് ഓടിക്കിതച്ച് ദീർഘകർണൻ അവിടെ എത്തിയത്. അവൻ ഓടി ചതുരൻ്റെ മുന്നിൽ ചെന്ന് തൊഴുതു. ചതുരൻ ചേട്ടാ, ഞാൻ പാവമാ. എൻ്റെ കുട്ടികൾ വെള്ളം കുടിക്കാതെ ഇപ്പോൾ മരിക്കും. ഇവിടെ എവിടെയെങ്കിലും വെള്ളം കിട്ടുമോ? അവൻ ചോദിച്ചു. ഇവിടെ വെള്ളമില്ല. ആതിരമലയുടെ കിഴക്കേ ചെരുവിൽ ഒരു തടാകമുണ്ട്. ചതുരൻ പറഞ്ഞു. അയ്യോ ചേട്ടാ, ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. ആരാണ്ട് ദ്രോഹികൾ ഇന്നലെ രാത്രി തടാകത്തിന് തീ വെച്ചു. ഒരു തുള്ളി വെള്ളമില്ല, മുയൽ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് രക്ഷയില്ല. ഇനിയും വെള്ളത്തിന് എന്താ വഴി? ചതുരൻ ആലോചിച്ചു. എന്നാൽ ഞാൻ പോകുന്നു ചേട്ടാ. എവിടെയെങ്കിലും വെള്ളം കിട്ടുമെങ്കിൽ ഞാൻ ഇവിടെ വന്ന് പറയാം.